ഹലോ ഗായ്സ്, ഞാന് വത്തക്ക കൊണ്ട് ജ്യൂസ് അടിച്ചാണ്. വത്തക്ക ജ്യൂസ് അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന്റെ തൊലിയും കൊണ്ട് ഞാന് പരിപ്പും തക്കാളി പച്ചമുളകും ഇതൊക്കെ ഇട്ടുങ്ങാണ്ട് കറി വെക്കും. ഇപ്പൊ ഞാന് വത്തക്ക ജ്യൂസ് അടിക്കുകയാണ്. പഞ്ചസാര വത്തക്ക ഏതായാലും പഞ്ചസാര കുറച്ച് മതിയല്ലോ അല്ലേ. ഒരു 3-4 ടേബിൾ ടീസ്പൂണ് പഞ്ചസാര ഇടുന്നുണ്ട്. ഇപ്പൊ ഞാൻ വത്തക്ക ജ്യൂസ് അടിക്കുകയാണ്. വത്തക്ക ജ്യൂസ് ഇവിടെ റെഡി. ഇങ്ങോട്ട് വരണ്ട കേട്ടോ. അപ്പൊ ഇനി ഫ്രിഡ്ജിൽ കുറച്ചു നേരം വെക്കുകയാണ്. ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാല് കുറച്ച് തണുപ്പുണ്ടാവും. ഇനി വത്തക്കന്റെ തൊലിയും കൊണ്ട് കറി വെക്കുകയാണ്. പരിപ്പും തക്കാളിയും പച്ചമുളകും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് കറി വെക്കുകയാണ്. അതുകൊണ്ട് തോരയും കറിയും അച്ചാറും ഒക്കെ ഇതുകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നത് വരെ ഇല്ലല്ലോ. അപ്പൊ ഞാൻ വത്തക്ക തൊലിയും കൊണ്ടൊരു അടിപൊളി പരിപ്പും കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അമ്പിളിച്ചേലുള്ള അമ്പർ മണമുള്ള ഇമ്പത്തരുണിയ ദൂനാരി ഹാജറ ദൂതറിബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂ ദൂനാരി ഹാജറ വിളിച്ചേലുള്ള അമ്പർ മണമുള്ള ഇമ്പത്തരുണിയ ദൂനാരി ഹാജറ ദൂതറിബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂ ദൂനാരി ഹാജറ. പരിപ്പും കുപ്പിയില് വെള്ളാക്കിയപ്പോ പരിപ്പ് അതിലിങ്ങനെ ഒട്ടി നിക്കുന്നതാ. ഇത് പരിപ്പാണ്. തക്കാളി എടുക്കട്ടെ കേട്ടോ. ഒരു മീഡിയം തക്കാളി മതി കേട്ടോ. അപ്പൊ പാകത്തെ ഒരു മീഡിയം തക്കാളി മതി. കൂടുതൽ പുളിയായാല് രസം ഉണ്ടാവൂല. അപ്പൊ ഇതൊക്കെയാണ് ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ.
4 പച്ചമുളക് ഇടുന്നുണ്ട്. 4 പച്ചമുളക് മതി. ഉപ്പ് പാകത്തിന് ഇടുക. മഞ്ഞപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി. അപ്പൊ ഇതൊരു 2-3 വിസിൽ വന്നാല് നമുക്ക് മഞ്ഞത്തൊക്കെ അപ്പൊ പിന്നെ നമുക്ക് ജ്യൂസ് കുടിച്ചല്ലേ. അപ്പൊ പരിപ്പും കറി റെഡി ആകുമ്പോ ഞാനും മെഹറും ജ്യൂസ് കുടിക്കുകയാണ്. അപ്പൊ ഞങ്ങള് വത്തക്ക ജ്യൂസ് കുടിച്ചാണ് ചെയ്യേ. പാകത്തെ തണുപ്പും നല്ല മധുരമുണ്ട് അല്ലേ, നല്ല രസമുണ്ട്. വാവ്, വത്തക്ക ജ്യൂസ് അല്ലേന്ന് പറഞ്ഞ് ആരും കളിയാക്കണ്ടത്. നല്ല ജ്യൂസാണ്, നല്ല ഹെൽത്തി അല്ലേ. ഇതിന്റെ കുരും കൂടിയും കളയാതെ അടിച്ചിന്. കാരണം വെച്ചാ കുരു ഷുഗറിനും പ്രഷറിനും ഒക്കെ നല്ലതാണ് വത്തക്ക കുരു. ആണോ? അതെയോ, നല്ല രസമുണ്ടല്ലേ. ബാക്കി ഫ്രിഡ്ജിൽ ഇനി ബാക്കി ഫ്രിഡ്ജിൽ തന്നെ വെക്കുകയാണ്. ഇനി അപ്പത്തിനും കറി റെഡിയാകും. ഈ കറിയൊക്കെ ആകുമ്പോഴത്തേന് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഇതൊക്കെ ഇട്ട് വത്തക്ക ഇനി ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ കൊള്ളണ്ടേ. ഭയങ്കര ഒച്ചല്ലേ.
അപ്പൊ നമ്മളെ വത്തക്കന്റെ തൊലി കൊണ്ട് വെച്ച പരിപ്പും കറി ഇത് റെഡി. അപ്പൊ ഒന്ന് താളിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ വെക്കണത്. അത് ചൂടാറുമ്പത്തിന് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിക്കാം. കടുക് ഇടാം പാകത്തിന്, കുറേ ചാടി. ഒരു 3-4 അല്ലി പിന്നെ കറിവേപ്പില. അത് ചൂടാറിയിട്ടുണ്ടാവും. അപ്പോൾ പരിപ്പിന്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. താളിച്ചിലേക്ക് ഒഴിക്കാം. അപ്പൊ പരിപ്പ്, തക്കാളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, നമ്മളെ വത്തക്കന്റെ തൊലി ചെത്തിയിട്ടുള്ളതും കറി വെച്ച് കറി റെഡി. ഉപ്പുണ്ടാക്കും കേട്ടോ, നല്ല രസമുണ്ട് കറി. അപ്പൊ എല്ലാരും ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഞാൻ ആദ്യമായിട്ടൊന്നും അല്ലട്ടോ വെക്കണേ, കൊറേ പ്രാവശ്യം വെച്ചിട്ടുണ്ട്. അപ്പൊ കറി നല്ലതാണ്. അപ്പൊ ഇനി അരി അടുപ്പത്തിടല്ലേ, ഇനി ചോറ് വെക്കുക. അപ്പൊ അരി അടുപ്പത്തിട്ടു. ഇനി അരി അവിടെ കിടന്ന് വെന്തോളും. അപ്പൊ ഇനി ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.